നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് കാർഷിക വാർത്തകൾ. ഈ കാണുന്നത് ഏഴിലൂർ പൊട്ടനാനിക്കിൽ ജോൺസന്റെ പുരിയണം സമ്മിശ്ര വിളകൾ കൊണ്ട് വിവിധയിനം ഫലവൃക്ഷ തൈകൾ കൊണ്ടും നാടിന് അഭിമാനമായി മാറുന്ന ഒരു കർഷക കുടുംബം തന്നെ. ഏഴിലൂർ കാർഷിക വൈവിധ്യങ്ങളുടെ നാടെന്നറിയപ്പെടാൻ കാരണം ഇതുപോലെയുള്ള ചില കുടുംബക്കാരാണ്. എന്നാൽ തലമുറകളായി ഈ കാർഷിക പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് മണ്ണിനെ പൊന്നാക്കിക്കൊണ്ട് 3000 ചുവട് ചേനയുടെ വിളവെടുപ്പാണ് ഇന്ന് നടത്തപ്പെട്ടത്. പരമ്പരാഗതമായ തൊഴിൽ കൊണ്ട് കൃഷിയിലൂടെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് സന്തുഷ്ടമായ കുടുംബം, കുട്ടികളുടെ ഉപരിപഠനം എല്ലാം ദൈവനിശ്ചയം പോലെ നടന്നിട്ടും തന്റേതായ തൊഴിൽ ടാപ്പിംഗ്, റബ്ബർ കൃഷിയും വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി രീതികൾ ചേന, ഏത്തവാഴ, ബട്ടുപ്ലാവുകളുടെ അത്യുൽപാദന ശേഷിയുള്ള പ്ലാവും തൈകൾ, രുചിയുള്ള ചക്ക ആരുടെയും മനം കവരുന്ന രീതിയിലാണ് വീടിന് ചുറ്റും കൃഷി രീതികൾ. പപ്പയ, ഒപ്പം കാലിവളത്തിലും ചേന, ചേമ്പ്, കാച്ചിൽ ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ മുഴുവനും വ്യവസായ രീതിയിലും അല്ലാതെയും ജോൺസണും കുടുംബവും ഈ നാടിന് അഭിമാനമാകുകയാണ്. ചേന കൃഷിയുടെ വിളവെടുപ്പ് നല്ലൊരു വ്യവസായ അടിസ്ഥാനത്തിൽ 3000 കുഴി ചേനയാണ് ഇന്ന് വിളവെടുപ്പ് നടത്തിയത്. ഈ വിളവെടുപ്പ് കാണാനും ജോൺസന്റെ പുരയിടം സന്ദർശിക്കാനും നിരവധി കർഷകരും വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ വൻനിരയായിരുന്നു. വീട്ടുവളപ്പിൽ വരുന്നവർക്കെല്ലാം മധുരപലഹാരത്തിന് പകരം തുല്യമായ ചക്കച്ചുളയാണ് വിതരണം ചെയ്തത്. വളരെ കൗതുക കാഴ്ചകളായിരുന്നു. ചേനയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചത് പാർട്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ MK ജേക്കബ്, കൂടാതെ ഇന്ദു സുധാകരൻ, കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു, കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, കോടിക്കുളം പഞ്ചായത്തിലെയും കുമാരമംഗലം പഞ്ചായത്തിലെയും മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, ഏഴിലൂർ പള്ളി ഇടവകയിലെ അച്ഛൻ ഈ ധന്യവേളയിൽ പങ്കെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന് ആശീർവാദങ്ങൾ അനുഗ്രഹിച്ചു നൽകി. കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. പണിക്കൂലി കൊടുക്കാതെ സ്വന്തം പ്രയത്നത്തിലാണ് വിളവെടുപ്പെന്ന് ജോൺസൺ. ഈ സ്ഥലം ട്രാക്ടറിന് ഉഴുതുമറിച്ച് നന്നായിട്ട് ഒരുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്കോടെ ഒരു വഴിയുണ്ട്. ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്ഥലത്തോടെ ചെല്ലും. ഈ വണ്ടിക്ക് കൂലി കുറവുണ്ട്, അധ്വാനം കുറവുണ്ട്. വണ്ടിക്ക് അപ്പുറം ഇപ്പുറം എടുത്തു വെച്ചാൽ മതി. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് കാണാതെ ഞങ്ങളെല്ലാം സ്വന്തം പണിയാണ് ചെയ്യണത്. ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വളരെ ഡിമാൻഡാണ്. കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൻ മുഴുവൻ ചേനയും എടുക്കാമെന്ന് സമ്മതിച്ചെങ്കിലും സംഗതി വേറെ കച്ചവടമായി എന്നാണ് ജോൺസണും പറയുന്നത്. കർഷകരുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ MJ ജേക്കബ് വളരെ ആകാംക്ഷയോടെയാണ് ചേന പറിക്കുന്നത്. ചേന മിതമായ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും അടുപ്പിച്ചാണ് നട്ടിരിക്കുന്നതും ഏറെ സവിശേഷതയാണ്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് ഏഴിലൂരിൽ നിന്നും KK വിജയൻ.